ദിവസവും രാജു ആ മരത്തിനടിയിലിരുന്ന് കുറച്ചു സമയം വിശ്രമിക്കുമായിരുന്നു. ഒരു ദിവസം രാജു കണ്ടു ചില ആളുകൾ ആ മരം വെട്ടാൻ തയ്യാറാകുന്നത്. ഹായ് ഡിയേഴ്സ്, പുതിയൊരു ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ AI വോയിസുകൾ നമുക്ക് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള AI വോയിസ് ഓവർ ചെയ്യുന്ന AI ടൂളുകൾ ഉണ്ട്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജെമിനിയുടെ അല്ലെങ്കിൽ ഗൂഗിളിന്റെ സഹായത്തോടു കൂടെ തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് തികച്ചും പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്തു നോക്കാവുന്നതാണ്. വ്യത്യസ്ത തരത്തിലുള്ള വോയിസുകളൊക്കെ നിങ്ങൾക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. മൊബൈൽ ഫോൺ ആണെങ്കിൽ അങ്ങനെ, ആൻഡ്രോയിഡ് മൊബൈൽ ഏതാണെങ്കിലും അല്ലെങ്കിൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഗൂഗിൾ AI സ്റ്റുഡിയോ ഒന്ന് സെർച്ച് ചെയ്യാം. ഗൂഗിൾ സ്റ്റുഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ മതി. ഗൂഗിൾ സ്റ്റുഡിയോ, ഓക്കെ, ഗൂഗിൾ സ്റ്റുഡിയോ. ഗൂഗിൾ സ്റ്റുഡിയോ വന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് തന്നെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ബിൽഡ് വിത്ത് ഗൂഗിൾ AI സ്റ്റുഡിയോ. ഓക്കെ, ഇത് ജെമിനിയുടെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു ടൂൾ തന്നെയാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇമേജ്, അതേപോലെ ഫോട്ടോസ് ജനറേറ്റ് ചെയ്യാൻ, ദെൻ വീഡിയോ ജനറേഷന്, അതേപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ എങ്ങനെ നല്ലൊരു സ്പീച്ച് ആക്കി മാറ്റാം. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വ്യത്യസ്ത തരത്തിലുള്ള വോയിസ് ഓവർ കൊടുത്തത് അല്ലേ. അപ്പൊ അതിന് ആദ്യം കാണുന്ന ഓപ്ഷൻ ഈ ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഈ ഒരു ഓപ്ഷൻ വരും. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലതുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിംഗിൾ സ്പീക്കർ ഓഡിയോ, അതേപോലെ മൾട്ടി സ്പീക്കർ ഓഡിയോ. ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റ വ്യക്തിയുടെ ഒരു സൗണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുന്നത് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, സ്പീച്ച് ആയിട്ട് കിട്ടുന്നു. ഇനി മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ട് വ്യക്തികളുടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്പീക്കർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഡയലോഗുകൾ ആഡ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്, സിംഗിൾ ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് സെറ്റിങ്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വോയിസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, ആ വോയിസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏത് വോയിസ് ആണോ വേണ്ടത്. നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ലേഡിയുടേതാണെങ്കിൽ ലേഡിയുടേത്, അതേപോലെ തന്നെ ജെന്നിൻ്റെ ആണ് വേണ്ടതെങ്കിൽ ആ ജെന്നിൻ്റെതാണ്, ഏതാണ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വോയിസുകളൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത്. ഞാൻ ഡീഫോൾട്ട് ആയിട്ട് ഒരു വോയിസ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ചാറ്റ് GPT ചോദിക്കുകയാണ് ഒരു ടെക്സ്റ്റ് തരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ചോദിക്കുകയാണ്, മലയാളം ഷോർട്ട് സ്റ്റോറി. ജസ്റ്റ് ഒരു മലയാളം ഷോർട്ട് സ്റ്റോറി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ആദ്യം കാണുന്ന ഈ ഒരു ഭാഗം മാത്രം ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൺ കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എൻ്റർ ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ ലോഡ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു മിനിറ്റ് വേണ്ട, ചെറിയ ഒന്ന് അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നോർമൽ ആയിട്ടുള്ള ജെമിനിയുടെ ഒരു ഗൂഗിൾ സ്റ്റുഡിയോ ആണ്. ഞാൻ എന്ത് ചെയ്തിട്ടുള്ള എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു ഇതാണ്. ജസ്റ്റ് ഒരു ഇമെയിൽ ഐഡി. ഒരു ചെറിയ ഗ്രാമത്തിൽ രാജു എന്ന കുട്ടി താമസിച്ചിരുന്നു. സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ മരം വലിയ തണൽ കൊടുക്കുന്നായിരുന്നു. ദിവസവും രാജു ആ മരത്തിനടിയിലിരുന്നു കുറച്ചു സമയം വിശ്രമിക്കുമായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ വോയിസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇനി ഈ വോയിസ് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, 3 ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഫയലിലേക്ക് എന്ത് ചെയ്തത്, വളരെ കുറഞ്ഞ MB എന്ത് ചെയ്തത് ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്പീക്കർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാളുകൾ സംസാരിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോയിസുകൾ കിട്ടും. അതുമാണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഭാഗം തന്നെ വീണ്ടും ഇവിടുന്ന് കോപ്പി ചെയ്യാണ്.
സ്പീക്കർ 1 എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, സ്പീക്കർ 1ന്റെ അവിടെ അത് കൊടുത്തു. ഇനി സ്പീക്കർ 2 എന്നുള്ളിടത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ രണ്ടാമത് ഉള്ള പാരഗ്രാഫാണ് എന്ത് ചെയ്യുന്നത്, അത് കൊടുക്കുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്പീക്കർ 2. ഇനി നിങ്ങൾക്ക് കൂടുതൽ മോർ ഡയലോഗ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ തന്നെ സ്പീക്കർ 1ന്റെ സൗണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ സ്പീക്കർ 1 സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ വോയിസ് ഏതാണ് കൊടുക്കേണ്ടത്, കറക്റ്റ് ഇവിടെ ഒരു വോയിസ് ഉണ്ട് അല്ലേ. ഇവിടെ ഇപ്പോൾ ഈ ഒരു വോയിസ് ആണ് സ്പീക്കർ 1ന് വന്നിട്ടുള്ളത്. ആ ഒരു വോയിസ് ആയിരിക്കും നിങ്ങൾക്ക് വരെ ചെക്ക് ചെയ്യാൻ പറ്റും. ദെൻ വോയിസ് 2 സ്പീക്കർ 2 ഇവിടെ പക്ക് എന്നുള്ള ഈ ഒരു വോയിസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ റൺ കൊടുക്കുന്നു. ഒരു ചെറിയ ഗ്രാമത്തിൽ രാജു എന്ന കുട്ടി താമസിച്ചിരുന്നു. സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ മരം വലിയ തണൽ കൊടുക്കുമായിരുന്നു. ദിവസവും രാജു ആ മരത്തിനടിയിലിരുന്ന് കുറച്ചു സമയം വിശ്രമിക്കുമായിരുന്നു. ഒരു ദിവസം രാജു കണ്ടു ചില ആളുകൾ ആ മരം വെട്ടാൻ തയ്യാറാകുന്നത്. രാജുവിന് വളരെ ദുഃഖമായി. അവൻ ഗ്രാമത്തിലെ ആളുകളോട് പറഞ്ഞു, ഈ മരം നമുക്ക് തണലും ശുദ്ധമായ വായുവും തരുന്നു, ഇത് വെട്ടരുത്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് വന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ഒരു മൾട്ടിപ്ലൈറ്റിൽ നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾക്ക് ഇവിടെ വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വ്യത്യസ്ത തരത്തിലുള്ള വോയിസുകൾ ഉണ്ട്. ഏതാണോ വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. Ready to make something amazing? ഏത് ലാംഗ്വേജും ചെയ്യാം കേട്ടോ. മലയാളം എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ്, തമിഴ്, അറബി ഏതും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. What kind of masterpiece are we aiming for? ഏതൊക്കെയാ സൗണ്ട് ഉണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ, അല്ലെങ്കിൽ ലാംഗ്വേജുകൾ ഉണ്ട് അതൊക്കെ. What's a skill you'd like to develop? ഓക്കെ, അപ്പൊ കുറച്ച് ഫ്രീ ആയിട്ടുള്ള What kind of project are you thinking of? ഒരു ക്യാരക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Got a project in mind? നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നോക്കുക. What kind of problem could we solve? സൗണ്ട് കൂടിയത് കുറഞ്ഞത് ചെറിയ സൗണ്ട്. What kind of project are you thinking of? നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തു. What idea do you want to bring to life? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.